ഗൈസ് നമ്മളിപ്പോൾ പിലാത്തറയിലുള്ളത്. അപ്പോൾ പിലാത്തറയിൽ നമ്മൾ എന്തിനാ വന്നത്? ഇനോഗ്രേഷൻ, കാപ്പി ചായൻ്റെ ഇനോഗ്രേഷൻ കണ്ടിട്ടുണ്ട്. ഒരുത്തനിടുന്ന ഐസ്ക്രീം ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനോഗ്രേഷൻ്റെ കാഴ്ചകളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡ് അടിക്കണം, ഇനി എടുത്ത വിശേഷം കാണിച്ചു തരാം. ബാബാ ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മളിതാ തീർത്ഥാടന യാത്ര പോവുകയാണ്. ഈ ഉംറ കർമ്മം നിർവഹിക്കുന്നത് റസീന ബീഗം. കാണിച്ചു കൊടുത്ത രണ്ട് വാക്ക് പറയൂ. റസീന ബീഗം എന്തിന്റെയാണ് പറയണ്ടേ? ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാ നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. ഫൺ വ്ളോഗ്സ്. ഹലോ, ഞാൻ റസീന ബീഗം. നമ്മളെല്ലാരും കൂടി ഒരു ട്രിപ്പ് പോകുന്നതാണ്. എവിടെയാ പോകുന്നത്? എന്താ പറയണ്ടെന്ന് പറ. നിങ്ങളെ അഭിപ്രായം പറയും. വ്ളോഗിങ് ചെയ്യാണ്, നമ്മൾ ലൈവ് വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പരിപാടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അഭിപ്രായം പറയും. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പ്രോഗ്രാം നമ്മള് ചായ കാപ്പി അല്ലേ? കാപ്പി ചായന്റെ പരിപാടിക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മള് കാപ്പി ചായന്റെ ഇനോഗ്രേഷൻ പരിപാടിക്കാണ് പോകാൻ പോകുന്നത്. പക്ഷെ നമുക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ഫൺ ഉണ്ടല്ലോ, അതാണ് നമ്മളിപ്പോ ആസ്വദിച്ചോണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരുമിച്ചിട്ടുള്ള ഗ്രൂപ്പാണിത്, എല്ലാരും ഒരുമിച്ചിട്ടുള്ള. പ്രണയരോഗിയായ നമുക്ക് സംസാരിക്കാം. ഗായ്സ്, നിങ്ങൾ പ്രണയിക്കുന്നതാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാം. ഓക്കെ, കാരണം വെച്ചാല് നിങ്ങള് ചീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. മനസ്സിലായ? ഒരാളെ പറ്റിച്ചിട്ട് നിങ്ങള് എന്ത് ചെയ്താലല്ല അത് ഭയങ്കര പ്രശ്നമാണ്. ഇതുവരെ കുത്തിപ്പറിയതല്ല നമുക്ക്. പിന്നെ നമ്മളാരും കുത്തിപ്പറഞ്ഞിട്ടില്ലല്ലോ, ആർക്കും ഫീൽ ആയിട്ടുണ്ടാവില്ലല്ലോ. എന്റെ അഭിപ്രായം എല്ലാരും ഇല്ല, ഡിപ്രഷനിൽ പോകാൻ പാടില്ല. നമ്മളെപ്പോഴും ചാടി ചാടി നിൽക്കാം. അതാണ്. ഞാൻ കുറെ നാള് ഡിപ്രഷനിലായ ശരിക്കും ഒരു സൈക്കോ അല്ല. പക്ഷെ പുറത്ത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതാരും അറിയിക്കലില്ല. പക്ഷെ എന്താ പറയാ, എന്തായാലും എന്ത് ഡിപ്രഷൻ ഇതെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ടേക്ക് പോവാം. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും ആലോചിക്കണം. ഡിപ്രഷൻ അടിച്ചു കഴിഞ്ഞാല് ഡിപ്രഷന്റെ വൈക്കൊക്കെ വിടാം. അല്ലെങ്കിൽ ജീവിതം ഹാപ്പി. എക്സാമ്പിൾ ആ ശീലന, ഞാൻ വന്നേരം മുതൽ ഇത് അത് മാത്രമല്ല, ഞാനൊരു ഫോണിലായിരുന്നു, അതുകൊണ്ട് അവനോട് വർത്താനം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് നമ്മളിങ്ങനെ വൈബാക്കി ഇരിക്കുന്നത്. നമ്മൾ ഡിപ്രഷൻ വന്നാൽ മന്തി അടിക്കും. നമ്മളെ ഹാപ്പിനെസ് അതാണ്, വീക്ക്നെസ് അതാണ്. ഇപ്പൊ ബിരിയാണി, മന്തി, പൊറോട്ട, ബീഫ്, ചില്ലി എല്ലാം ഇട്ട് അടിച്ച് ഹാപ്പി ആയിരിക്കണം. അത്രേ ഉള്ളൂ. വണ്ടി പോവാ, പൈസ ഉണ്ടാക്കാം, ചെലവാക്കാം, ഹാപ്പി ആയി ജീവിക്കാം. അതാ എന്റെ അഡ്വൈസ്. എന്നെ കാണുന്നില്ല, നല്ല തടിച്ച് ഗുണ്ടുടുപ്പ പോലെ ഉള്ളത്. എന്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ ഹാപ്പിയാണ്. മനസ്സിൽ മെലിയണം ആഗ്രഹം വെച്ച് അടക്കുന്നു കേട്ടോ. മനസ്സിൽ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. മനസ്സിൽ ഡാറ്റയും മെലിയണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണ് നടക്കുന്നത്. കടയാണ് കാഴ്ച അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മാർക്കോ ഷേക്ക്. പഠനപ്പാല വരുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അടുത്ത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു ചായക്കാണെങ്കിൽ ചായ മക്കാനിലും പോവാം. നല്ല ചായയും മറ്റന്നാൾ ബംഗാളി സമൂസ അവിടെ നിന്ന് ലഭ്യമാണ്. അവന്റെ പേര് പറഞ്ഞ ഡിസ്കൗണ്ട് ഉണ്ട്. എന്തായാലും എല്ലാവരും ചായ മക്കാൻ വിസിറ്റ് ചെയ്യാം. അടുത്ത ചായ കടികളെല്ലാം കഴിക്കാം. കടിയുള്ളവർക്ക് പോയി കടി കഴിക്കാം. ഞാനും അവിടെ ഉണ്ടാവും. ഇടക്ക് വന്നാൽ മതി, എല്ലാവർക്കും കാണാൻ പറ്റും. ഹോർലിക്സ് ഫ്രീ ആയിട്ട് കുടിക്കാൻ ഡിഗിനും ഉണ്ടാവും. അപ്പൊ അടുത്ത എന്താ പറയാ, സ്പോർട്ടിന്റെ അഭിപ്രായമായിട്ട് ഷാഫിക്ക പറയുന്നതാണ്. പറയൂ. എനിക്ക് കഴിച്ചാല് അടിപൊളി ബിരിയാണി ആയിട്ട് തോന്നിയത് പിന്നെ വോൾഗയിലെ ബിരിയാണിയാണ്. സൂപ്പർ. എന്തൊക്കെയുണ്ട് ചാടി ചാടി. ഡിപ്രഷൻ ഒന്നും പാടില്ല. ഒരു ലൈഫിലുള്ള എല്ലാ മൊമെന്റും. ഇനി ആ കണ്ണീരൊന്ന് തുടച്ചേ, ആ കണ്ണീരൊന്ന് തുടക്കേ. അല്ല പറഞ്ഞ ഓനെ കുറിച്ച് എല്ലാവർക്കും നാട്ടുകാരത്തൊന്നും പാട്ടാക്കലുണ്ട്. അടുത്ത ഡിപ്രഷനിലേക്ക് പോകാൻ പോകുന്നുണ്ട് അല്ലടാ അല്ലേ? ലൈഫിലുള്ള നമ്മളെന്താ എൻജോയ് ചെയ്ത് വൈബാക്കിട്ട് പോവാ. ഡിപ്രഷൻ ഇതൊന്നും പാടില്ല. അത് ശരിയാണ്. ഡിപ്രഷന് തീരെ പറ്റൂല. ഡിപ്രഷൻ എന്ന സംഭവം നമുക്ക് എടുത്തു കളയേണ്ടതാണ്. ഒരു ഹിന്ദിക്കാരത്തി പെണ്ണ് എന്റെ തലയിൽ കയറിയിട്ടുണ്ട്. അതാരാണ്? അതൊരു എന്താ പറയണ്ട, കൊൽക്കത്തയിലുള്ള അവഹിതമാണോ? അവഹിതം അല്ല, ഹിന്ദിക്കാരി. ഞാനല്ല ആ തലവേദന ഹിന്ദിക്കാരി നിങ്ങളാണോ? അല്ലല്ല, ഞാനല്ല.
ഇപ്രാവശ്യം കംബാക്ക് നടക്കൂല. ഇനി അടുത്ത പ്രാവശ്യം നോക്കി അതും കംബാക്ക് നടക്കൂല. ഇനി കംബാക്ക് വരുന്നത് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് എല്ലാ ഡിസംബറിലും നമ്മൾ കമ്പാക്കിൽ ആലോചിക്കും, പക്ഷെ ഒന്നും നടക്കൂല. പക്ഷെ നടക്കാണ്ടിരിക്കൂല, അല്ല, മുബാരിക് ഇനി അടുത്ത ഡിപ്രഷൻ സത്യം പറഞ്ഞാല് കുറച്ച് മൈക്ക് ദൂരപ്പെടി. സത്യം പറഞ്ഞാല് നിങ്ങൾ ആരെ സ്നേഹിക്കണ്ടെന്ന് ഞാൻ പറയും. സ്നേഹിച്ചാല് ഒരിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സന്തൂർ മമ്മിനോട് ചോദിക്കാം. മോന്റെ ബർത്ത്ഡേ ആണ്, മോന്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. എന്തായിക്കോട്ടെ, 16 വയസ്സുള്ള കുട്ടീന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കള്ളയാവും നമ്മള് നോക്കണ്ട. അതിന്റെ ഒരു അഹങ്കാരം എനിക്കില്ല, അതാണ്. ഭയ്യ പറഞ്ഞേ, മൈക്ക് ഓഫ് ആക്കിട്ട് പറഞ്ഞേ. ഷിപ്പിനെ കുറിച്ച് 2 വാക്ക് എന്താണ് പറയാനുള്ളത്? റിലേഷൻഷിപ്പ് നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. നമ്മൾ ഓവറായിട്ട് അവരടുത്ത് അറ്റാച്ച്ഡ് ആയിട്ട് അവര് നമ്മള് വിട്ടു പോകുന്ന ടൈം നമുക്ക് വരുമ്പോൾ നമ്മൾ വേറൊരു പെണ്ണിനെ നോക്കണം, വൈബ് മാറ്റണം. ഓളെ നോക്കി ഓളെക്കാട്ടി ഒരു 2-3 ആൾക്കാരെ നോക്കണം. ഒരേ ഒരു ചോദ്യം മൈക്ക്, ഒരേ ഒരു ചോദ്യം. ഇതൊക്കെ നിങ്ങളുടെ പെണ്ണ് കാണില്ലേ? കണ്ടാലും പ്രശ്നമില്ല, പോയിട്ട് ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ശരിയാ. ഇന്നലെ ഒരു കവി എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾ 2 കൊല്ലായാലും 3 കൊല്ലായാലും നിങ്ങളടുത്ത് അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. ചീറ്റിംഗ് ഇസ് നോട്ട് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ ചോയ്സ്. ഓഫ് കോഴ്സ്. എന്താ ചെയ്യുന്ന പരിപാടി? എന്നാ വായ്നോട്ടമാണോ? വായ്നോട്ടം ഇസ് എ ക്രേസിനെസ്. രണ്ടാളും നോക്കിയിരിക്കണല്ലോ. ഗൈസ്, അങ്ങനെ നമ്മൾ കപ്പി ചായയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് കയറാം. പറയൂ ഗൈസ്. കാപ്പിച്ചായ ഫുഡെല്ലാം അടിപൊളി. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പ്ലേറ്റ് മാത്രം കാണിച്ചിട്ട് ആണപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെ മനസ്സിലാകാം. ഇതൊക്കെ വെറും ഒരു പൊട്ടത്തരമാണ്. പ്ലേറ്റ് കാണിച്ചിട്ട് ആണപ്പത്തിൽ കഴിച്ചെന്ന് പറയുന്നത്. കഴിച്ചു കഴിഞ്ഞു. ഇതാരും കാണുന്നില്ല. ഞാൻ ഡയറ്റിലാണ്. അല്ലല്ല, മൊത്തത്തില് ഡയറ്റിലാണ്. എത്ര ദിവസത്തെ ഡയറ്റ്? എന്ന് രാത്രി അല്ല, 3 ദിവസമായി. എനിക്കൊരു കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്നത് അടുത്ത 1 മണിക്കൂറിൽ കട്ട് ചെയ്യുമോ? ഇല്ല. ഷവർമ കഴിച്ചതിന്റെ അടുത്ത അഭിപ്രായം. നമുക്ക് ഡയറ്റ് ഒന്നുമില്ല, ഫുഡ് കഴിക്കുക, മരിക്കുമ്പോൾ മരിക്കുക. അതാണ് ആ മൈൻഡ് ലെവൽ നമുക്ക് വേണം അല്ലേ? നമുക്ക് ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ച് ഹാപ്പി ആയിരിക്കാം. മൊബൈൽസ് എന്ന് വെച്ചാൽ ഞാന് മുട്ടമാല കഴിച്ചു. ആണപ്പത്തിൽ നല്ല അടിപൊളിയായിരുന്നു. കാപ്പി ചായയിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ആണപ്പത്തിൽ ചായ ഒരു ജിലേബി. ഗൈസ് എല്ലാവരും കണ്ടില്ലേ? ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഐസ്ക്രീം വന്നിട്ടുണ്ട്. നമുക്കെന്നാ ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ ഐസ്ക്രീം കഴിക്കാം. എൻ്റെ ഷവർമ. ഹൈ, അസ്നൻ്റെ ഷവർമ. ഷവർമ വന്ന് ഗൈസ്. അവിടെ ഷവർമ. ഗൈസ്, ഷവർമയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഹൈ ഗൈസ്. ഗൈസ്, ഞാൻ പോവല്ലടാ. അസ്ന പോയാ? അസ്ന കഴിക്കുന്നില്ലേ? നിങ്ങൾക്കെല്ലാം ഒന്ന് പറഞ്ഞ എടുത്തു. ഗൈസ്,